ഹേ ഗൈസ്, നമുക്കൊരു ഒട്ടക ബിരിയാണി ഉണ്ടാക്കിയാലോ? നാട്ടിലുള്ളവർക്ക് അത് മട്ടൻ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇറച്ചി എടുക്കുമ്പം ഫാറ്റ് ഇല്ലാത്ത ഈ കാലിലെല്ലാം ഇറച്ചിയില്ലേ, കാലിൽ ഇറച്ചി എടുക്കാൻ നോക്കുക. ഇതിൻ്റെ അകത്ത് മിനിമലായിട്ടുള്ള മസാലാസും വെജിറ്റബിൾസും എല്ലാം മതി. ഒരു 2 തക്കാളി, ഒരു 4 ചെറിയ സവാള, 5 പച്ചമുളക്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെക്കണം. ആദ്യം ഒരു എണ്ണ ഒഴിച്ചിട്ട്, ഇത് നമ്മൾ ചോറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും പകുതി എടുത്ത് ഇതിനകത്ത് ഇടുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ മറ്റേ പൊടിക്കാത്ത കുരുമുളകുണ്ടല്ലോ, അതും പട്ട, ഗ്രാമ്പു, ഇത്രയും മാത്രം. കൂടുതൽ മസാലാസൊന്നും ഇടണ്ട. ഒന്നൊരു ബ്രൗൺ കളർ ആയതിന് ശേഷം നിങ്ങൾ അത് ആവശ്യത്തിനേറെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. കാര്യം നമ്മൾ ഈ ചോറ് ഊറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് അതിനുള്ള അരിയെല്ലാം ഇട്ടതിന് ശേഷം സൈഡിൽ മാറ്റി വെക്കുക. ഇറച്ചി മുന്നേ കൂട്ടി വേവിച്ച് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാര്യം ഒട്ടകത്തിൻ്റെ ആണെങ്കിലും മട്ടൻ്റെ ആണെങ്കിലും കുറച്ചും കൂടെ വിസിൽ എടുത്ത് ടൈം എടുക്കും. അപ്പോൾ ഒരു 5 വിസിൽ എടുക്കുന്ന രീതിയിൽ, ഇപ്പം ഒട്ടകമാണെങ്കിൽ 5 വിസിൽ, പിന്നെ അത് നിങ്ങൾക്ക് നോക്കാം എത്ര വിസിൽ വേണമെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ രീതി ചെയ്യാം. പക്ഷേ ഇറച്ചിയിൽ മഞ്ഞപ്പൊടി ഒഴികെ വേറെ ഒന്നും ചേർക്കാൻ പാടില്ല, വെള്ളവും പാടില്ല. നല്ല രീതിയിൽ ഇറച്ചി കഴിയതിന് ശേഷം ഇറച്ചി നല്ല ഡ്രൈ ആയതിന് ശേഷം കുക്കറിൻ്റെ അകത്തിട്ട് മഞ്ഞപ്പൊടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം. ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ കുക്കർ അടച്ചിട്ട് ഒരു 5 വിസിൽ. ഒട്ടകമാണെങ്കിൽ 5 വിസിൽ ധാരാളം തന്നെയാണ്. അതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അകത്തുള്ള ഗ്രേവിക്കുള്ള സംഭവമാണ്. ബാക്കി വന്ന എല്ലാ വെജിറ്റബിളും എണ്ണയിലിട്ട് നല്ലൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിടുക. അതിൻ്റെ കൂടെ ബാക്കിയുള്ള മസാലപ്പൊടികൾ അത് എല്ലാം 1 സ്പൂണേ ഇടാവൂ. കുരുമുളക് പൊടി 1 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, പിന്നെ ഗരം മസാല 1/2 സ്പൂൺ, പിന്നെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് കുറച്ച്, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമോ. അതെല്ലാം ഒന്ന് റെഡിയായതിന് ശേഷം ഈ മസാല നമ്മൾ ചെയ്ത് വെച്ചല്ലോ, ഈ ഗ്രേവിക്കുള്ള അതെല്ലാം എടുത്ത് ഈ ഇറച്ചിയിൽ തട്ടുക. ഇറച്ചിയിൽ തട്ടി ഇറച്ചി ജസ്റ്റ് ഓണാക്കി ഒന്ന് ചൂടായി വരുന്ന രീതിയിൽ ഒന്ന് വെക്കുക. അത് നല്ല ഇരുന്ന് അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറെടുത്ത് നേരെ ഇറച്ചിയിൽ തട്ടുക. പിന്നെ ആരും ചെയ്യാത്തൊരു സംഭവമാണ്, തക്കാളി, ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ട് ചെറിയ രീതി അരിയുക. എന്നിട്ട് ഈ ചോറിട്ടതിന് ശേഷം മുകളിൽ ഈ തക്കാളി കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുക്കർ അടച്ച് ഒരു 20 മിനിറ്റ് വെക്കുക. 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതേ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ബിരിയാണി കിട്ടും. അടിപൊളിയാണ്. അരി ഒരു 2 പേർക്ക് 2.5 ഗ്ലാസ്സെല്ലാം ഇട്ടാൽ മതി. ഒരു ചെറിയ 2.5 ഗ്ലാസ് ഇടുമ്പോൾ അത്യാവശ്യം 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. നിങ്ങൾ ആ മാംസമെല്ലാം കണ്ടില്ലേ, നല്ല രീതിയിൽ ഉടഞ്ഞെല്ലാം അടിപൊളി, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ സലാഡും ഇഞ്ചി അച്ചാറുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ലതാണ്, ഇഞ്ചി അച്ചാറുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. സലാഡിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. അത് നമ്മൾ ചെയ്യാത്ത രീതിയിൽ ടൈപ്പ് ഒരു സലാഡാണ്. സംഭവം നൈസായിരുന്നു. ഞാൻ ആസ്വദിച്ചിരുന്ന് ടൈം എടുത്ത് കഴിച്ച്. അതിൻ്റെ കൂടെ തന്നെ ഇത് ഓൾറെഡി ഒരു പ്ലേറ്റ് ഫുൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്ലേറ്റ് ഇട്ടു. കാര്യം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. കാര്യം ഞാനെല്ലാം ഉണ്ടാക്കാൻ നേരത്ത് ഓവർ മസാലാസും വെജിറ്റബിൾസും എല്ലാം ഓവറായിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഒന്നും കൂടുതലേ ഇല്ല. ഇത് എളുപ്പമായിട്ട് ഉണ്ടാക്കാം. ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്ന ആൾക്കാർക്കും എല്ലാം സുഖമാണ് ഉണ്ടാക്കാൻ. എളുപ്പമാണ്, ഓവർ ടൈം എടുക്കത്തില്ല. നല്ല രീതിയിൽ ഞാൻ ഫുഡ് കഴിച്ച്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ, ഞാൻ തിരുത്തുന്നതായിരിക്കും.